ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തന്റേടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുകൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. സഹാക്കൾക്ക് കുരുപൊട്ടി തുടങ്ങി. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നായപ്പോൾ അന്തം കമ്മികൾ നുണകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ഏറ്റില്ല. ഇങ്ങോട്ട് വന്നതിനെല്ലാം 100 ഇരട്ടിയിൽ തിരിച്ചു കിട്ടാൻ തുടങ്ങിയപ്പോൾ സുരേഷ് ഗോപിയെ കമ്മികൾ വിട്ടിട്ട് കണ്ടം വഴി ഓടിത്തള്ളി. അടുത്ത ഇരയായി കിട്ടിയത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയാണ്. ആലപ്പുഴയെ ഇളക്കി മറിച്ചുകൊണ്ട് ആലപ്പുഴയുടെ ജനങ്ങളുടെ മനസ്സ് കയ്യിലെടുത്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ മുന്നേറ്റം. അത് അന്തം കമ്മികൾക്ക് സഹിക്കുന്നില്ല. ആലപ്പുഴയെ A ക്ലാസ് മണ്ഡലമാക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2014 പാലക്കാട് മത്സര രംഗത്തിറങ്ങിയപ്പോഴും പാലക്കാടിൽ BJPക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു. അതിനുശേഷം 2019 ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ചപ്പോഴും ആറ്റിങ്ങലിനെ A ക്ലാസ് മണ്ഡലമാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്ന് മാത്രമല്ല BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. ശോഭ അവിടെയിട്ട അടിത്തറയാണ് ഇത്തവണ കേന്ദ്രമന്ത്രി V മുരളീധരന് ആറ്റിങ്ങലിൽ മത്സരിക്കാൻ പ്രചോദനമായതും. കേരള BJPയിലെ ഝാൻസി റാണി മാത്രമല്ല, ഏക ആന്തരി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് സംശയമില്ലാതെ പറയാം. BJP സംസ്ഥാന നേതൃത്വത്തിൽ ശോഭാ സുരേന്ദ്രൻ വന്നിരുന്നു എങ്കിൽ കേരള BJP രക്ഷപ്പെടുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കേരളത്തിൽ BJPക്കുള്ളത്. ജനങ്ങളെ കയ്യിലെടുത്ത ചരിത്രം സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുന്നു എന്നത് തന്നെയാണ് അവരുടെ വിജയം. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും ആരുടെയും വിശ്വാസത്തെ അവർ തള്ളിപ്പറയാറില്ല. പച്ച വർഗീയത പറയാത്ത കേരളത്തിലെ ഏക നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്ന് ഉറപ്പിച്ചു പറയാം. ആലപ്പുഴയെ ഞെട്ടിച്ച് കത്തിക്കയറുകയാണ് ശോഭാ സുരേന്ദ്രൻ. KC വേണുഗോപാലും സിറ്റിംഗ് MP ആരിഫും കളം നിറയുന്നതിനേക്കാൾ കൂടുതൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴക്കാരുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു. അതിൽ വിളറിപ്പൂണ്ട ചില പിതൃശൂന്യന്മാർ നടത്തുന്ന വ്യാജ വാർത്തകൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന ഉരുക്കുമനിത എത്രമാത്രം പിടിച്ചുകുലുക്കുന്നു എന്നതാണ് വാർത്താ സമ്മേളനത്തിലെ പൊട്ടിക്കരച്ചിലിൽ നിന്ന് കേരള ജനത മനസ്സിലാക്കിയത്. ശോഭാ സുരേന്ദ്രനെ തകർക്കാൻ നടക്കുന്നവർക്ക് ഇത്തരം ഊളപ്പരിപാടിയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അത് യാഥാർത്ഥ്യമാണ്.